ലോകത്തിനു മുന്നിൽ മറ്റൊരു അത്ഭുതം കാഴ്ചവെച്ച് ഇന്ത്യ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് വിശേഷിപ്പിക്കാം. അത്രയേറെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഉൾക്കൊള്ളുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലമായ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു. രാജ്യത്തെ എഞ്ചിനീയറിംഗ് മികവ് എന്തെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന അഭിമാന പദ്ധതിയാണിത്. ഏതാണ്ട് 18,000 കോടി രൂപ ചെലവിൽ താനെ കടലിടുക്കിന് കുറുകെ മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച പാലത്തിന് 21.8 കിലോമീറ്ററാണ് നീളം. ലോകത്തെ തന്നെ ഏറ്റവും നീളമേറിയ 12ാമത്തെ പാലമെന്ന റെക്കോർഡും അടൽ സേതു ഇതിനകം സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്നായ മുംബൈയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകാൻ അടൽ സേതുവിന് സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച പാലം പ്രധാനമന്ത്രി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തതോടെ നവി മുംബൈയിൽ നിന്നും മുംബൈയിലേക്ക് എത്താനുള്ള സമയം 1.5 മണിക്കൂറിൽ നിന്നും 20 മിനിറ്റായി മാറും. മധ്യ മുംബൈയിലെ സെവ്രിയിൽ നിന്നും തുടങ്ങുന്ന പാലം നവി മുംബൈയിലെ ചിർലയിലാണ് അവസാനിക്കുന്നത്. ആകെയുള്ള 21.8 കിലോമീറ്റർ ദൂരത്തിൽ 16.5 കിലോമീറ്റർ കടലിലും 5.8 കിലോമീറ്റർ കരയിലുമായാണ് കടൽപ്പാലം സ്ഥിതി ചെയ്യുന്നത്. 27 മീറ്ററാണ് പാലത്തിന്റെ വീതി. 1,77,903 മെട്രിക് ടൺ സ്റ്റീലും 5,04,253 മെട്രിക് ടൺ സിമന്റും പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചുവെന്നാണ് കണക്ക്. ഇന്ത്യയിൽ ആദ്യമായി ഓർത്തോട്രോപിക് ഡെക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാലവും ഇതാണ്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമായാണ് മഹാരാഷ്ട്ര സർക്കാർ പാലത്തിന് അടൽ സേതു എന്ന പേര് നൽകിയത്. ഇരുവശത്തേക്കും 3 വരി വീതം 6 വരി പാതയാണ് അടൽ സേതുവിൽ സജ്ജമാക്കിയിട്ടുള്ളത്. അടിയന്തര ആവശ്യങ്ങൾക്കായി 7ാമതൊരു വരിയുമുണ്ട്. ഓരോ ദിവസവും 70,000-ഓളം വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമെന്നാണ് കണക്കാക്കുന്നത്. അതേസമയം മോട്ടോർ ബൈക്ക്, ഓട്ടോറിക്ഷ, ട്രാക്ടർ, മൃഗങ്ങൾ വലിക്കുന്ന വാഹനം, മറ്റ് വേഗത കുറഞ്ഞ വാഹനങ്ങൾ എന്നിവയ്ക്കൊന്നും പാലത്തിലേക്ക് പ്രവേശനമില്ല. കാർ, ടാക്സി, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, മിനി ബസ് എന്നിവയ്ക്ക് മണിക്കൂറിൽ 100 കിലോമീറ്ററാണ് പരമാവധി വേഗത. കയറ്റിറക്കങ്ങളുള്ള പ്രദേശത്ത് വേഗപരിധി 40 കിലോമീറ്ററാണ്. ഓരോ വാഹനങ്ങൾക്കും പ്രത്യേകം ടോൾ നിരക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാറിന് ഒരു വശത്തേക്ക് മാത്രം 250 രൂപയാണ് ടോൾ. ഇരുവശത്തേക്കുമാകുമ്പോൾ നിരക്ക് 375 രൂപയാകും. സ്ഥിരം യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ പ്രതിമാസ പാസുകളും വാങ്ങാം. ടോൾ പിരിക്കുന്നതിനായി പരമ്പരാഗത ടോൾ ബൂത്തുകൾ അടൽ സേതുവിലില്ല. പകരം അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഓപ്പൺ ടോളിംഗ് സിസ്റ്റമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതുവഴി സമയനഷ്ടം ഒഴിവാക്കി വാഹനത്തിൽ ടോൾ പ്ലാസയിൽ നിർത്താതെ തന്നെ കടന്നു പോകാൻ സാധിക്കും. 2024 മുതൽ 2053 വരെ 30 വർഷത്തേക്കാണ് നിർദ്ദിഷ്ട ടോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ വസിക്കുന്ന ദേശാടന പക്ഷികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണി വരാതിരിക്കാൻ പ്രത്യേക സൗകര്യങ്ങളും പാലത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വാഹനങ്ങളുടെ ഹോണും ശബ്ദവും കിളികളെ ബാധിക്കാതിരിക്കാൻ സെവ്രിയിൽ നിന്നും 8.5 കിലോമീറ്റർ ദൂരത്തിൽ പാലത്തിന്റെ കൈവരിയിലായി പ്രത്യേക നോയിസ് ബാരിയർ സ്ഥാപിച്ചിട്ടുണ്ട്. കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിലാണ് കടലിൽ തൂണുകളും മറ്റും സ്ഥാപിച്ചത്. മൺസൂൺ കാലത്തെ ഉയർന്ന വേഗതയിലുള്ള കാറ്റിനെയും ഇടിമിന്നലിനെയും ചെറുക്കാനുള്ള സംവിധാനങ്ങളും പാലത്തിലുണ്ട്. സുരക്ഷയ്ക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്രാഷ് ബാരിയറുകളും പാലത്തിൽ നൽകിയിട്ടുണ്ട്. ഓരോ 330 മീറ്റർ അകലത്തിലും നിരീക്ഷണത്തിനായി CCTV ക്യാമറകൾ സ്ഥാപിച്ചു. പാലത്തിൽ വാഹനങ്ങൾ നിർത്താനോ യു-ടേൺ എടുക്കാനോ പാടില്ല. അടിയന്തര സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് നിർത്താനും മറ്റുമായി 2 പ്രത്യേക ടെക്കുകൾ പാലത്തിലുണ്ട്. പുതിയ പാലം ഉപയോഗിക്കുന്നത് വഴി യാത്രാസമയം ഗണ്യമായി കുറയുന്നതോടെ പ്രതിവർഷം 1 കോടി ലിറ്റർ ഇന്ധനം ലാഭിക്കാൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. മലിനീകരണ തോത് കുറയ്ക്കാനും ഇതുവഴി സാധിക്കും. നവി മുംബൈയിൽ നിന്നും മുംബൈയിലേക്കുള്ള ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തി നഗരത്തിലേക്ക് തിരക്ക് കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് 3 പതിറ്റാണ്ട് മുമ്പ് വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഈ കടൽപ്പാലം. മുംബൈക്കും നവി മുംബൈക്കും ഇടയിലുള്ള ഗതാഗതം വേഗത്തിലാക്കാനും മുംബൈയിൽ നിന്നും പൂനെ, ഗോവ എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗതം സുഗമമാക്കാനും മുംബൈയിലെ സെവ്രിക്കും നവി മുംബൈയിലെ നാവിക്കും ഇടയിൽ ഒരു പാലം നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിരുന്നത്. നിരവധി തടസ്സങ്ങൾ മറികടന്ന് 5.5 വർഷങ്ങൾക്ക് മുമ്പ് 2018 പകുതിയോടെയാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല. പ്രതിദിനം 5000-ലേറെ തൊഴിലാളികൾ നിർമ്മാണം ആരംഭിച്ചതു മുതൽ ഇവിടെ പണിയെടുത്തു. അടൽ സേതു തുറന്നു കൊടുക്കുന്നതോടെ മുംബൈയിലെയും രാജ്യത്തെയും ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. മുംബൈ നഗരത്തിൽ നിന്നും നവി മുംബൈയുടെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് എളുപ്പത്തിലുള്ള പ്രവേശന മാർഗമായി ഈ കടൽപ്പാലം മാറും.
ഇത് നവി മുംബൈയുടെയും സമീപ പ്രദേശങ്ങളുടെയും വളർച്ചയും സാമൂഹിക സാമ്പത്തിക വികസനവും വേഗത്തിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ മറ്റിടങ്ങളിലും സമാനമായ വലിയ ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കാൻ സർക്കാരുകൾക്ക് ഇത് ഊർജ്ജമായേക്കും.